ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഞാൻ കണ്ണൂർ തലശ്ശേരി അതിരൂപതയിലെ കണ്ണൂർ കോളി ഫാമിലി ഇടവകയിൽ നിന്നും വരുന്നു. ഇത് എൻ്റെ ഭാര്യ മോള് ജസീക്ക. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവ് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുക. ആദ്യമായിട്ട് ഇത് എൻ്റെ മോള് ജസീക്ക. അവൾ MCA കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല കമ്പനികളുടെയും ജോലിക്ക് വേണ്ടി ടെസ്റ്റൊക്കെ ജയിച്ച് ഇൻ്റർവ്യൂ കഴിയും. പക്ഷെ ജോലിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയല്ല. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ജപമാല റാലിയിൽ പങ്കെടുത്ത് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴവൾക്ക് കമ്പനിയിൽ നിന്നും അന്ന് വൈകുന്നേരം തന്നെ കമ്പനിയിൽ നിന്ന് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു. ബോംബെയിൽ 3 മാസത്തെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യണം. അപ്പോൾ ബോംബെ എന്ന് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു. ഇവിടെ ഒറ്റയ്ക്ക് ബോംബെക്ക് എങ്ങനെ വിടും? ആ സമയത്ത് എനിക്ക് മദർ ഹോമിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു. ഞാനൊരു മതാധ്യാപകനാണ്, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മതാധ്യാപകർക്കൊരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് കൗൺസിലിങ്ങിന് സമയത്ത് ഞാനിങ്ങനെ കൗൺസിലറോട് പറഞ്ഞു, മോൾക്ക് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ബോംബെക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിടാൻ വേണ്ടി ഒരു ധൈര്യമില്ല, ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം പറയുന്നു, നിങ്ങളുടെ മകൾക്ക് ജോലി കൊടുത്തത് ഞാനാണ് എങ്കിൽ അവളെ സംരക്ഷിക്കുവാൻ എനിക്കറിയാം എന്നുള്ള മെസ്സേജാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവളെ ബോംബെക്ക് വിട്ടു. 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ആ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥന, മാതാവിനോടുള്ള പ്രാർത്ഥന, ഇവിടെ എപ്പോഴെങ്കിലും വീട്ടിലെപ്പോഴും വരാൻ പറ്റുന്ന സ്ഥലത്തൊരു അപ്പോയിൻമെൻറ്റ് കിട്ടണമേ എന്നായിരുന്നു. അത് ഇവൾക്ക് ബാംഗ്ലൂർ കെങ്കേരി എന്ന സ്ഥലത്ത് മൈൻഡട്രി എന്ന കമ്പനിയിൽ ജോലി ലഭിച്ചു. അപ്പോൾ അമ്മ മാതാവിൻ്റെ ഓരോ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിച്ചത്. അതുവരെ ഇവൾക്ക് ജോലിയില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവൾക്കും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനിടയ്ക്ക് ഇവൾക്ക് നെറ്റിൻ്റെ എക്സാം ഒന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. ഇവളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നമുക്കറിയാം, നെറ്റ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരും വളരെ മാസങ്ങളുടെ ട്രെയിനിങ് ഒക്കെ നടത്തിയ ശേഷമാണ് നെറ്റിന് എക്സാം എഴുതാൻ പോകാറുള്ളത്. എന്നാൽ ഇവൾ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അവൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി. ഈ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അവൾക്ക് നെറ്റ് കിട്ടി. എനിക്ക് ഞാനൊരു ഹെഡ് മാസ്റ്ററൊക്കെ ആണെങ്കിലും വചനം വായിച്ചാൽ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ വചനാഭിഷേകം തരണം എനിക്ക്. കാരണം കുട്ടികളോട് വചനം സംസാരിക്കുമ്പോൾ അതിൻ്റെ വാക്യങ്ങളൊന്നും എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് അമ്മ അതിനുള്ള അനുഗ്രഹം എനിക്ക് നൽകി. ഇന്നിപ്പോൾ എനിക്ക് 250ഓളം വചനങ്ങൾ, വാക്യങ്ങളടക്കം എനിക്ക് പറയാൻ വേണ്ടി ഓർമ്മയിലുണ്ട്. ഞാനത് എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കത് സാധിച്ചത്. അതുപോലെ തന്നെ വൈഫിന് പ്രൊമോഷൻ കിട്ടി. അതിനെക്കുറിച്ച് വൈഫ് സംസാരിക്കും. പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഇവിടെ നന്ദി പറയുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഞാനൊരു ടീച്ചറാണ്, ആർമി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് 2023 ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി വന്നത്. യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു ടീച്ചറുടെ നിർബന്ധം കൊണ്ട് വെറുതെ ഒന്ന് കണ്ട്, കൃപാസനത്തെക്കുറിച്ച് അധികമൊന്നും അറിയത്തില്ല, അങ്ങനെ കൃപാസനം എന്നുള്ളത് കേട്ടിട്ട് ഈ ടീച്ചർ പറഞ്ഞ് കൃപാസനത്തിലൊന്നും ഒരിക്കലെങ്കിലും പോകണേ ടീച്ചറെ പറഞ്ഞവരുടെ നിർബന്ധം കൊണ്ട് ഞാനിവിടെ കൃപാസനത്തിലൊന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ബസ്സിൽ കൊണ്ടുവന്ന ചേച്ചി പറഞ്ഞു, ഇവിടെ ഉടമ്പടി എടുക്കുന്നതാണ് ഇവിടുത്തെ നേർച്ച, കണ്ടിട്ട് പോകുന്നതല്ല, അതിപ്പോൾ ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ എഴുതിയ നിയോഗങ്ങളിലൊന്ന്, അപ്പോൾ ഞങ്ങൾക്ക് 20 വർഷത്തെ സർവീസ് കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഒരു പ്രൊമോഷനുണ്ട്. അത് കഴിഞ്ഞ് 10 വർഷം കൂടെ കഴിഞ്ഞ്, അതായത് 20 വർഷം കഴിയുമ്പോൾ ഒരു പ്രൊമോഷനും കൂടിയുണ്ട്.
അപ്പോൾ എനിക്ക് 2020 പ്രൊമോഷൻ കിട്ടേണ്ടതാണ്. പക്ഷേ 24 പ്രൊമോഷൻ തന്നിട്ടില്ല. പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഞങ്ങളുടെ സർവീസ് ബുക്കിൽ 5 വർഷം തുടർച്ചയായിട്ടുള്ള 5 വർഷങ്ങളിൽ കമാൻഡൻ്റാണ് ഞങ്ങളുടെ ചെയർമാൻ, ആർമി കമാൻഡൻ്റ്. അപ്പോൾ 5 വർഷം തുടർച്ചയായിട്ട് വെരി ഗുഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കമാൻഡൻ്റ് സർട്ടിഫൈ കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ. അതിന് മുന്നേ വരെയുള്ള നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഗുഡെന്ന് മാത്രം മതിയായിരുന്നു, ഗുഡെന്ന് മാത്രം സർട്ടിഫൈ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഈ നിയമം മാറിയതനുസരിച്ച് അറിയാതെ കമാൻഡൻ്റ് എനിക്കും എൻ്റെ കൂടെയുള്ളൊരു ടീച്ചർക്കും അതിനുശേഷം വരുന്ന ടീച്ചർമാരുടെയും സർവീസ് റെക്കോർഡിൽ ഗുഡെന്ന് മാത്രം എഴുതി. വെരി ഗുഡ് ആയിരുന്നു എഴുതേണ്ടത്, പക്ഷേ ഗുഡെന്ന് മാത്രം എഴുതി. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച്, ആ നിയമം മാറിയതിനെക്കുറിച്ച് അറിയാതെ പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് വെരി ഗുഡ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇനി വരുന്നവർക്കും പ്രൊമോഷൻ ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫയൽ മടക്കി. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചത്. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യത്തിൽ 217 ആർമി സ്കൂളുകളുണ്ട്. അവിടെ മുഴുവൻ ഒരേ നിയമമാണ്. അപ്പോൾ ആ സ്കൂളുകളിലെല്ലാം നിയമം മാറി ഒരു സർക്കുലർ വന്നു ഒരാഴ്ച ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വെരി ഗുഡെന്ന് വേണ്ട, ഗുഡെന്ന് എഴുതി പോയതുകൊണ്ട് പല സ്കൂളുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ ഗുഡെന്നുള്ളവർക്കും 2024 ഒക്ടോബർ വരെയുള്ളവർക്ക് ഗുഡെന്നാണെങ്കിലും പ്രൊമോഷൻ കൊടുത്തോളാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഉത്തരവ് വന്നത് മാത്രമല്ല 3% ഞങ്ങളുടെ ബേസിക് പേയിൽ ഇൻക്രിമെൻറ്റും കൂടെ കൊടുത്തോളാൻ പറഞ്ഞ് നിയമം തന്നെ മാതാവ് മാറ്റിത്തന്നു. അതിന് മുന്നേ വരെ 3% ഇൻക്രിമെൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഞങ്ങളുടെ ഉത്തരവ് മാറി വന്നതിനോടുകൂടി തന്നെ 3% ഇൻക്രിമെൻറ്റും കൂടെ കൊടുക്കാനുള്ള ഒരു ഉത്തരവ് മാതാവ്, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് മാതാവ് ഇടപെട്ടാണ് ആ നിയമം തന്നെ മാറ്റി, രാജ്യത്തെ നിയമം തന്നെ മാറ്റി ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം നൽകിയത്. അതുപോലെ തന്നെ ഇവളുടെ നെറ്റിൻ്റെ കാര്യം ഇവിടെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു. ഇവൾ നെറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇവളോട് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഇവൾ പറയുന്ന, അമ്മ അങ്ങനെയൊന്നും കിട്ടത്തില്ല, അത് നെറ്റെന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല, ഒരുപാട് പ്രാക്ടീസും എക്സ്പീരിയൻസും കോച്ചിങ്ങും ഒക്കെ കൂടെ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഉള്ള ഒരു കാര്യമാണ് നെറ്റെന്ന് പറയുന്നത്. പെട്ടെന്ന് എഴുതിയാൽ ഒരു എക്സാം എഴുതുന്ന പോലെ എഴുതിയാൽ കിട്ടുന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ, എന്തായാലും നമുക്ക് മാതാവ് കൂടെയുണ്ടല്ലോ, മാതാവിനോട് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം, നീ ഏതായാലും ഒരു പ്രാവശ്യം ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇവള് പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം എഴുതാം, ഒരു പ്രാവശ്യം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതാം. അങ്ങനെയാണ് ഇവൾ നെറ്റ് ഒരു കോച്ചിങ്ങോ പ്രാക്ടീസോ ഒന്നുമില്ലാതെ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. അത്ഭുതകരമെന്ന് പറയട്ടെ. അത് ഞങ്ങൾ ജപമാല റാലിയിലും ആ ഒരു പേപ്പറിൽ എഴുതി അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് ജപമാല റാലിയിൽ ഞങ്ങൾ ഇവിടെ ആ പേപ്പർ പിടിച്ചിരുന്നു നെറ്റ് പരീക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും അമ്മ അനുഗ്രഹിച്ച് ഒറ്റ പ്രാവശ്യം കൊണ്ട് ആദ്യത്തെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ട് ക്യാൻസലായി എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇവൾ എഴുതുന്നത്. ആ എഴുതിയ സമയത്ത് ഇവൾക്ക് ലാസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അവൾ. അതുകൊണ്ട് തന്നെ ആ പരീക്ഷ എഴുതിയതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം പറഞ്ഞ് 10 എഴുതാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അപ്പോഴാണ് പെട്ടെന്ന് പിന്നെ TV-യിലൊക്കെ വാർത്ത വരുന്നു, നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ലീക്കായി ക്യാൻസലായി എന്ന്. അപ്പോൾ ക്യാൻസലായി, ആ എക്സാം ക്യാൻസലായി. വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു. രണ്ടാമത് വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എക്സാം നടത്തി. ആ എക്സാമിലാണ് മോള് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പിന്നെ പത്രം ഇവിടുന്ന് വാങ്ങുന്ന പത്രങ്ങളെല്ലാം ഞങ്ങൾ കണ്ണൂർ ക്രിസ്ത്യൻസ് വളരെ കുറവാണ്, കൂടുതലും ഉള്ളത് മറ്റ് മതസ്ഥരാണ്. അവരുടെ ഇടയിലാണ് ഞങ്ങൾ ഈ പത്രങ്ങൾ കൂടുതലും കൊടുക്കുന്നത്. അതോടൊപ്പം ആർമി സ്കൂളിൽ നിന്ന് 3-4 ടീച്ചർമാരെ, ഹിന്ദുക്കളായ ടീച്ചർമാരെയും കൂട്ടിക്കൊണ്ട് വൈഫ് കഴിഞ്ഞ മാസം ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, രാഷ്ട്രദീപികയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ രാഷ്ട്രദീപികയുടെ ഏജൻറ്റുമാരെന്നൊക്കെ പറയുന്നത് വളരെ പാവങ്ങളാണ്.
അപ്പോൾ അവർക്കെല്ലാം ഓരോ സമയത്ത് അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ സഹായം എൻ്റെ പരമായിട്ട് എൻ്റെ കയ്യിൽ നിന്നും പൈസ എടുത്ത് ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ മറ്റ് അനാഥ മന്ദിരങ്ങളിലൊക്കെ ഞങ്ങൾ പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ഞാനും ഒരു ടീച്ചറും മാത്രമേ ക്രിസ്ത്യനായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഹിന്ദുക്കളാണ്. അപ്പോൾ അവർക്ക് ഈശോയും മാതാവിനെ കുറിച്ച് ഒന്നും അറിവില്ലായിരുന്നു. അപ്പോൾ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭൗതികമായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ ഉപരി അവരുടെ ഇടയിലൊക്കെ ഈശോയുടെ പ്രേക്ഷിതരായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സ്കൂളിലുള്ള മിക്കവാറും എല്ലാവർക്കും ഈശോയും കൃപാസന മാതാവും ആരാണെന്നറിയാം. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഞങ്ങൾ ബൈബിൾ ആവശ്യമുള്ളവർക്ക് ബൈബിൾ കൊടുക്കും, കൊന്ത ആവശ്യമുള്ളവർക്ക് കൊന്ത, മാതാവിൻ്റെ രൂപം ആവശ്യമുള്ളവർക്ക് രൂപം. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ഇപ്പോൾ എല്ലാവർക്കും തന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പം കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരിക. കുറച്ച് ടീച്ചർമാർ ഇവിടെ വരികയും